നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗസ്റ്റാൾട്ട് സൈക്കോളജി. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്? മാക്സ് വെർത്തിമേറാണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മാക്സ് വെർത്തിമേറാണ്. ഗസ്റ്റാൾട്ട്സ് എന്നത് ഒരു ജർമ്മൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഷേപ്പ്, സൈസ്, കൺസെപ്റ്റ് ആൻഡ് പെർസെപ്ഷൻ. Okay, Gestalt psychology had its emphasis on relationship between part and whole, the organization of object and its perception through similarity, proximity, continuity and closure. ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ 3 ലീഡറും കൂടി ഉണ്ട് കേട്ടോ. അതായത് 3 സൈക്കോളജിസ്റ്റും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ആരൊക്കെയാണ്? കട്ട്ലെവിനും കോഫ്കയും കോഹ്ലറും. ഇവർ 3 പേരും കൂടി ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി ദിസ് സ്കൂൾസ് എംഫസൈസ് ദാറ്റ് ദ ലേണർ ഓർഗനൈസേഴ്സ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ പ്രോബ്ലം സിറ്റുവേഷൻ ആസ് ഹോൾ അക്കോർഡിംഗ് ടു ഹിസ് പെർസെപ്ഷൻ ടുവേർഡ്സ് ദ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം നമ്മളുടെ കണ്ണിൽ, അതായത് നമ്മൾ ആ പ്രോബ്ലത്തിനെ മൊത്തത്തിലായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനൊരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുമ്പം നമ്മൾ ഹോൾ എന്നൊരു വാക്ക് ഓർത്തിരിക്കുക കേട്ടോ. എക്സാമിന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക? ഹോളായിട്ടായിരിക്കും, മൊത്തത്തിലായിരിക്കും ആ പ്രോബ്ലത്തിനെ കാണുന്നത്. ഓക്കെ, വൺ ഷുഡ് പെർസീവ് എ തിങ് ഫ്രം ഹോൾ ടു പാർട്സ്, നോട്ട് ഫ്രം പാർട്സ് ടു ഹോൾ. മനസ്സിലായില്ല അവിടെ എന്താണ് പറഞ്ഞത്? ഹോൾ ടു പാർട്സിലേക്കാണ് വരുന്നത്. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഓർ ലേണിംഗ് ബൈ ഇൻസൈറ്റ്, വിച്ച് മീൻസ് എ കൈൻഡ്സ് ഓഫ് ലേണിംഗ് ബൈ ഒബ്സർവിംഗ് ആൻഡ് പെർസീവിംഗ് എ ഹോൾ സിറ്റുവേഷൻസ്. Thus, one may realize the relationship in a given problem situation. This is absolutely and completely a cognitive process. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അതായത് അർത്ഥവത്തായ ധാരണകൾ നേടുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള കഴിവിനു പിന്നിലെ നിയമങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്നത്. Gestalt psychology is a school of psychology based on human perception. Human perception ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആര്? ഗസ്റ്റാൾട്ട് സൈക്കോളജി പ്രാധാന്യം കൊടുക്കുന്നത് ഹ്യൂമൻ പെർസെപ്ഷൻ ആണ്. അതുപോലെ തന്നെ ദ മെയിൻ ഏരിയ ഓഫ് സ്റ്റഡി ബൈ ഗസ്റ്റാൾട്ട് സൈക്കാട്രിക്സ് ആർ പെർസെപ്ഷൻ ആൻഡ് ലേണിംഗ്. ഇനി ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ വരുന്ന ലോസ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് കോമൺ റീജിയൻ ആൻഡ് 6th one ഈസ് ലോ ഓഫ് മൾട്ടി സ്റ്റെബിലിറ്റി ഓർ ഫിഗർ ഗ്രൗണ്ട് എഫക്റ്റ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ലോ ഓഫ് സിമിലാരിറ്റി. A analogy or similarity helps an individual to organize structurally the various elements by stimulation. Human beings tend to have a perceptual structure to see things of similar kind into a group. Law of similarity എന്ന് വെച്ചാൽ എന്താണ്? സമാനതയുടെ നിയമം. അതായത് ഒരു സാമ്യം അല്ലെങ്കിൽ സമാനത ഉത്തേജനത്തിലൂടെ വിവിധ എലമെൻറ്റുകളെ ഘടനാപരമായി കണക്കാക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ സഹായിക്കുന്നു. സമാനമായ ഗ്രൂപ്പുകളെ ഒരു ഗ്രൂപ്പിലേക്ക് ആയിട്ട് കാണാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? മനുഷ്യന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കേ, താഴെ ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഈ ഒരു ഫിഗറിൽ ഇപ്പം ഇതിനകത്ത് 8 വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, അതുപോലെ 7 ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്. അപ്പോൾ 8 വെർട്ടിക്കൽ ലൈൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക? ഒരു ബ്ലാക്ക് ഡോട്ട്, ഒരു വൈറ്റ് ഡോട്ട്, അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ 7 ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? കുറേ ബ്ലാക്ക് ഡോട്ടുകൾസിൻ്റെ ഒരു ലൈനും പിന്നെ വൈറ്റ് ഡോട്ടിൻ്റെ ഒരു ലൈനും, അങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിക്കാം. അപ്പോൾ അത് തമ്മിലുള്ള സിമിലാരിറ്റി കണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഹ്യൂമൻ ബീയിങ്, അതായത് നമ്മൾ എങ്ങനെയായിരിക്കും കാണുക? ആദ്യം കാണുന്നത് ഏതായിരിക്കും? ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് ബ്ലാക്ക് സർക്കിൾ ആൻഡ് വൈറ്റ് സർക്കിൾ ആയിരിക്കും കാണാം. വെർട്ടിക്കൽ ലൈൻ ആയിരിക്കില്ല നമ്മൾ കാണുന്നത്.
അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് സിമിലാരിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. തിങ്സ് ഓർ ഒബ്ജക്റ്റ് വിച്ച് ആർ പ്ലേസ്ഡ് നിയർ ബൈ ക്യാൻ ബി സീൻ എ ഗ്രൂപ്പ്. If 100 people are scattered here and there, we cannot say it as a group of peoples. But if they stand one closer to each other, we can call it a group because they are closer together. അപ്പോൾ എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ സാമീപ്യ നിയമം? സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഇവിടെ 100 ആൾക്കാർ ചിതറിക്കിടക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ചിതറിക്കിടന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവർ ഓരോരുത്തരും അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ വരി വരിയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പം അങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചിത്രത്തിൽ കുറേ സ്റ്റാറുകൾ ഇങ്ങനെ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അടുത്ത ചിത്രത്തിൽ കുറച്ച് സ്റ്റാറുകൾ അടുപ്പിച്ച് പിന്നെ കുറച്ച് സ്റ്റാറുകൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റാറിൻ്റെ കൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം? അവിടെ ലോ ഓഫ് പ്രോക്സിമിറ്റി ഉണ്ടെന്ന് പറയാം. എന്തുകൊണ്ടാണ്? അത് എല്ലാം തന്നെ, ആ സ്റ്റാറുകളെല്ലാം തന്നെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കിക്കേ, ഇവിടെയും പ്രോക്സിമിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം? പ്രോക്സിമിറ്റി ഉണ്ട്. എവിടെയാണ് പ്രോക്സിമിറ്റി ഉള്ളത്? ആദ്യത്തെ നക്ഷത്രക്കൂട്ടം, അതായത് ആദ്യത്തെ 6 എണ്ണം ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നതിന് നമുക്ക് പ്രോക്സിമിറ്റി ഉണ്ടെന്ന് പറയാം. തൊട്ടടുത്തുള്ള നോക്കിക്കേ, സ്റ്റാറുകൾ നോക്കിക്കേ, അവർ തമ്മിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അവർക്ക് പ്രോക്സിമിറ്റി കുറവായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് പ്രോക്സിമിറ്റി എന്ന്? പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലോ ഓഫ് ക്ലോഷർ. അതായത് നോക്കിക്കേ, ഈ ചിത്രത്തിൽ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമ്മളത് റെക്റ്റാങ്കിളാണ്, അതുപോലെ തന്നെ സർക്കിളാണ്, ട്രയാങ്കിൾ എന്ന് നമ്മൾ ഒറ്റയടിക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ പറയും. പക്ഷെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ പിക്ചറെല്ലാം തന്നെ ആ പിക്ചർ വരച്ചിരിക്കുന്നതിൽ ഗ്യാപ്പ് ഇട്ടേക്കണ കണ്ടോ? അപ്പോൾ ആ പിക്ചർ അപൂർണമാണ് ഇല്ലേ? പക്ഷെ നമ്മൾ നോക്കി കാണുമ്പോൾ അതിനെ മൊത്തത്തിലാണ്, ഹോളായിട്ടാണ് കാണുക. പിന്നീടാണ് അത് പാർട്സായിട്ട് ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത് ലോ ഓഫ് ക്ലോഷർ. ഹ്യൂമൻ ബീയിങ് വിൽ ഹാവ് എ പെർസെപ്ച്വൽ ടെൻഡൻസി ടു വ്യൂ things or object as a whole, even though incomplete or unfinished. The gap are filled in by the perceiver. Preferring complete shape, we automatically fill in gap between the elements to perceive a complete image. So we see the whole first and parts later. ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ, അപൂർണമായതോ അല്ലെങ്കിൽ പൂർത്തിയാകാത്തതോ ആയ വസ്തുക്കളെ അല്ലെങ്കിൽ ചിത്രങ്ങളോ നമ്മൾ എങ്ങനെ കാണും? മൊത്തത്തിൽ കാണാനായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രമിക്കുന്നതിനെയാണ് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. അടുത്തതാണ് 4ാമത്തെ ലോ ഓഫ് കണ്ടിന്യൂറ്റി. The law of continuity holds that points that are connected by straight or curving lines are seen in a way that follows the smoothest path. Rather than seeing separate lines and angles, lines are seen as belonging together. അതായത് ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതിന് എല്ലാത്തിനെയും ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കേ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുറേ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുക. ഇപ്പോൾ ഈ ഒരു ലൈനാണ് എടുക്കുന്നതെങ്കിൽ ഈ ലൈനിൽ കൂടെ കുറേ കുത്തുകൾ പോയിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ കൂടെ പോകുന്ന എല്ലാ കുത്തുകളെയും കൂടിയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്നു. അതിനെയാണ് ലോ
ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാഹചര്യത്തിൻ്റെ ഘടകങ്ങൾ പ്രത്യേക രൂപങ്ങളെക്കാൾ ഒരു കണ്ടിന്യൂസ് രൂപങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അടുത്തതാണ് ലോ ഓഫ് കോമൺ റീജിയൻ. The principle of common region is highly related to proximity. It states that when objects are located within the same closed region, we perceive them as being grouped together. ഇവിടെ ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് പറയുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ അടച്ച പ്രദേശത്തിന് അകത്തുള്ള വസ്തുക്കൾ സ്ഥിതി ചെയ്യുമ്പോൾ അവയെല്ലാം തന്നെ ഒരു ഗ്രൂപ്പായിട്ടാണ് മനസ്സിലാക്കുന്നത്. കണ്ടോ, ഈ ഫിഗറിൽ നോക്കിയൊക്കെ, ഈ ഫിഗറിൻ്റെ അകത്ത് വേറൊരു ചെറിയൊരു ഷെയ്ഡ് ചെയ്തൊരു ഒരു ഭാഗം കൂടിയുണ്ട്. പക്ഷേ ഈ ലോ ഓഫ് കോമൺ റീജിയനിൽ പറയുന്നത് ഈ മൊത്തം ഒരു ബോക്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിന് അകത്തുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് മനസ്സിലാക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ലോ ഓഫ് മൾട്ടി സ്റ്റെബിലിറ്റി ഫിഗർ ഗ്രൗണ്ട് എഫക്റ്റ്. ഹ്യൂമൻ ബീയിങ് ഈസ് ഹാവിങ് എ ടെൻഡൻസി ടു ലുക്ക് the projected or convex items and ignore the concave item. There is a perceptual tendency of human being to see the objects that are projected. The unfilled space in the background is ignored by the viewer. അപ്പോൾ ഈ ലോയിൽ എന്തായിരിക്കും പറയുക, അതായത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന വസ്തുക്കളെ പെട്ടെന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ഈ ഒരു പിക്ചർ നോക്കിക്കേ, ഈ പിക്ചറിൽ 2 മുഖങ്ങളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തായിരിക്കും ശ്രദ്ധിക്കുക, ഈ 2 മുഖങ്ങൾ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. അതിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ കാണുന്ന പോലുമില്ല. ആദ്യം തന്നെ നമ്മൾ ഈ മുഖം മാത്രമാണ് കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം. ഗസ്റ്റൽട്ട് സൈക്കോളജിയുടെ ഉപജ്ഞാതാവ് മാക്സ് വെർമത്തിയർ ആണ്. അതുപോലെ തന്നെ അതിനകത്ത് 6 ലോസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ലോസുകൾ? ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് കോമൺ റീജിയൻ, ലോ ഓഫ് മൾട്ടി സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് എഫക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വന്നത്? ഗസ്റ്റൽട്ട് സൈക്കോളജിയിൽ വന്നത്. അതുപോലെ തന്നെ ഗസ്റ്റൽട്ട് സൈക്കോളജി പഠിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കണം. ഹോൾ എന്നൊരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. WHOLE മൊത്തമായിട്ടെന്നുള്ളൊരു വാക്കാണ്. അതുപോലെ തന്നെ ഇൻസൈറ്റ്ഫുൾ ലേണിങ്ങും ഇതിലായിട്ടാണ് വരുന്നത്. അത് ഗസ്റ്റൽട്ട് സൈക്കോളജിയിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, 3 സൈക്കോളജിസ്റ്റും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കർട്ട്, ലെവിൻ, കോഫ്ക ആൻഡ് കോഹ്ലർ. ഈ 3 പേരെയും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ.